CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയോജന കമ്മീഷന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിനായി മലപ്പുറം ജില്ലാതല യോഗം ചേർന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് കേരളത്തിൽ വയോജനങ്ങൾക്കായി ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. മണ്ണാർക്കാട് നിന്നും സ്ഥാനാർത്ഥി വേണം. പ്രമേയം പാസാക്കി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി. പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യമുയർന്നതായി ജനറൽ സെക്രട്ടറി മുജീബ് പെരുമ്പിടി പറഞ്ഞു. മലയോര മേഖലകളെ പ്രധാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ ജില്ലയിലെ ആദ്യ റീച്ചിംഗ് ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കമായി. ടാർ ലഭ്യതയിലുണ്ടായ പ്രതിസന്ധി മൂലം നീണ്ടുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമായ നവ അശ്വത്ഥ ദേവി പ്രസാദം പ്രശസ്ത മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവന് സമ്മാനിക്കും. ക്ഷേത്രത്തിലെ കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി ദേവസ്വമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മണ്ണാർക്കാട് നിന്നും സ്ഥാനാർത്ഥി വേണം. പ്രമേയം പാസാക്കി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി. പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യമുയർന്നതായി ജനറൽ സെക്രട്ടറി മുജീബ് പെരുമ്പിടി പറഞ്ഞു. വിഷയം മറ്റൊന്നുമല്ല, വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആശയം അവിടെ വരികയും പ്രമേയം വരികയും ആ പ്രമേയത്തെ ഐക്യകണ്ഠേന പാസ്സാക്കിക്കൊണ്ട് ആ പ്രമേയത്തെ പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽക്കറ്റ് കമ്മിറ്റികളെ അറിയിക്കാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാദേശിക നേതാക്കൾ ഇത്തവണ മത്സരിക്കണം എന്നുള്ള ആവശ്യമാണ് നിങ്ങൾക്കുള്ളത്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആവശ്യം നമുക്കറിയാം. മണ്ണാർക്കാട് നിങ്ങളുടെ അണികൾ തന്നെ പറഞ്ഞു വരുന്നത് മണ്ണാർക്കാട് ശംസുദ്ദീൻ MLA വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് മണ്ണാർക്കാട് മേഖലയിൽ എന്ന് പറയപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രാദേശിക നേതാക്കളെ പരിഗണിക്കണം എന്ന് പറയുന്നത്? അല്ല, മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2011 മുതൽ ഈ 2025 വരെ 3 ടേമായിട്ടും ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറിയും കൂടിയായ ശംസുദ്ദീൻ MLA ആണ് ഇവിടുത്തെ MLA. വികസന പ്രവർത്തനങ്ങൾ ഒട്ടും പുറകിലല്ല മണ്ണാർക്കാട്. അത് MLA എന്നുള്ള നിലക്ക് കൃത്യമായിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്നാലും മണ്ണാർക്കാട്ടെ പ്രവർത്തകർക്കൊരു വികാരമാണ് ഇത്. മണ്ണാർക്കാട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥി വരിക എന്നുള്ളത് പ്രവർത്തകരെ ഒരു വികാരമാണ്. ആ വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് മണ്ണാർക്കാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനുണ്ടായത്. ഈ പ്രാദേശിക വികാരം എന്ന് പറയുമ്പോൾ, അണികളുടെ വികാരം എന്ന് പറയുമ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു സംഭവം, മണ്ണാർക്കാട് MLA അണികൾക്ക് വേണ്ട പോലെ ഇടപെട്ടില്ല, പല കേസുകളിലും വേണ്ട പോലെ ഇടപെട്ടില്ല എന്നുള്ള ഒരു ആരോപണം ഏറെയിങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അത് ശരിയാണോ? അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായിക്കൊണ്ട് ശരിയെന്ന് പറയാൻ കഴിയില്ല. പല ആളുകളും അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെയാണ് നിങ്ങളും ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളും MLAയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? അല്ല, നമ്മളടുത്ത് വരുന്ന വിഷയങ്ങളൊക്കെ കൃത്യമായിക്കൊണ്ട് MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം നിയോജക മണ്ഡലം സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഒരു സംഘം നേതൃത്വത്തെ കാണുകയും ശംസുദ്ദീൻ തന്നെ ഇത്തവണ ഇവിടെ മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി നേതൃത്വത്തെ കണ്ടു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? അല്ല, അത് നിയോജക മണ്ഡലം കമ്മിറ്റി അങ്ങനെ നേതൃത്വത്തിലേക്ക് പോകണമെങ്കിൽ അതിന് ഒരുപാട് പ്രൊസീജിയറുകളുണ്ട്. കാരണം നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞിട്ടാണ് ശരിക്കും മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വത്തിന് പോകണ്ടേ. അങ്ങനെ ഒരു സംഭവം നടന്നതായി അറിയാൻ കഴിയില്ല. ഇപ്പൊ നമുക്കറിയാം മണ്ണാർക്കാട് പല പ്രാദേശിക നേതാക്കളുടെയും പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോ അവരുടെ സമ്മർദ്ദം ഈ ഒരു വിഷയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല, അങ്ങനെ ഒരു സമ്മർദ്ദത്തിന്റെ പേരിലല്ലല്ലോ. ഞങ്ങൾ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് പാർട്ടിയുടെ എന്നുള്ള നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള അഭിപ്രായമുണ്ട്. അതിപ്പോ ഒരാളെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ല പാർട്ടിയുടെ തീരുമാനങ്ങൾ പോക്ക്. CCN മണ്ണാർക്കാട്. മലയോര മേഖലകളെ പ്രധാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ ജില്ലയിലെ ആദ്യ റീച്ചിംഗ് ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കമായി. ടാർ ലഭ്യതയിലുണ്ടായ പ്രതിസന്ധി മൂലം നീണ്ടുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. കോട്ട
കോട്ടോപ്പാടം പള്ളിക്കു സമീപത്തു നിന്നും ആരംഭിച്ച ടാറിംഗ് ആദ്യ ദിനം 1/2 കിലോമീറ്ററോളം പൂർത്തിയാക്കി. ആദ്യഘട്ടത്തിൽ കോട്ടോപ്പാടം മുതൽ അലനല്ലൂർ വരെയുള്ള 5 കിലോമീറ്റർ ദൂരമാണ് ആധുനിക രീതിയിൽ ടാറിംഗ് നടത്തുന്നത്. ഉപരിതലം പൊളിച്ചിട്ടിരുന്ന ഭാഗങ്ങളിൽ പൊടിശല്യം രൂക്ഷമായത് നാട്ടുകാരെയും വ്യാപാരികളെയും യാത്രക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരുന്നു. ടാറിംഗ് തുടങ്ങിയതോടെ ഇതിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശം. ഒരു മാസത്തിനകം ടാറിംഗ് പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. മലപ്പുറം ജില്ലാ അതിർത്തിയായ കാഞ്ഞിരമ്പാറ മുതൽ കുമരംപുത്തൂർ ചുങ്കം വരെയുള്ള 18.1 കിലോമീറ്റർ ദൂരമാണ് ആദ്യ റീച്ചിൽ ഉൾപ്പെടുന്നത്. 91.4 കോടി രൂപ ചിലവഴിച്ചാണ് ഈ ബൃഹത്തായ പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലും ഡിസംബറിലുമായി പൂർത്തിയാക്കേണ്ടിയിരുന്ന ടാറിംഗ് ജോലികൾ സാങ്കേതിക കാരണങ്ങളാൽ വൈകുകയായിരുന്നു. CCN ചത്തല്ലൂർ. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമായ നവാശ്വത്ത ദേവി പ്രസാദം പ്രശസ്ത മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവന് സമ്മാനിക്കും. ക്ഷേത്രത്തിലെ കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി ദേവസ്വമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ആലോചിച്ചപ്പോ നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനവും അതുപോലെ ഈ പുത്തനാൽക്കൽ ഭഗവതി പുരസ്കാരം നൽകുന്ന ഒരു ചടങ്ങും അതിനൊരു ആരംഭം കുറിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത് ദേവസ്വം പൂർണ്ണ പിന്തുണ മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടി. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആ പുരസ്കാരത്തെ സംബന്ധിച്ച് ഇവിടെ ഇന്ന് വിശദീകരിക്കും. ആ പുരസ്കാരത്തിന് അർഹനായ ആളെ തെരഞ്ഞെടുത്തത് ഒരു 4 പേരടങ്ങുന്ന ജൂറിയാണ്. ആ ജൂറി തെരഞ്ഞെടുത്ത ആൾക്കാണ് ഈ വർഷത്തെ പ്രഥമ പുത്തനാൽക്കൽ ഭഗവതി പുരസ്കാരം നൽകുന്നത്. മദ്ദളവാദ്യ രംഗത്തെ സമാനതകളില്ലാത്ത സംഭാവനകളെ പരിഗണിച്ചാണ് ചെർപ്പുളശ്ശേരി ശിവന് ഈ ബഹുമതി നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 11,111 രൂപയും പ്രത്യേകമായി തയ്യാറാക്കിയ ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഫെബ്രുവരി 7 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമർപ്പിക്കും. സാംസ്കാരിക സമ്മേളനം ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഒറ്റപ്പാലം സബ് കളക്ടർ അംജിത് സിംഗ് IAS മുഖ്യാതിഥിയാകും. ഭഗവതിക്ക് പ്രത്യേകം നിവേദിക്കുന്ന ചതുശത പായസം ഉത്സവ വിശേഷങ്ങളിൽ നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ച് നടത്താറുണ്ട്. പക്ഷെ അത് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് മതിയാവുന്ന രീതിയിൽ നിർമ്മിക്കാനുള്ള പാത്ര സൗകര്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. എന്നാൽ ഈ വർഷം അത് മാറി പുതിയ ഒരു ഓട്ടുരുളി ഏകദേശം 350 ലിറ്റർ കൊള്ളുന്ന 700 കിലോ ഭാരമുള്ള 12 ലക്ഷത്തിൽ കൂടുതൽ ചെലവ് വരുന്ന ഒരു പുതിയ ഓട്ടുരുളി കൂടി ഫെബ്രുവരി 7 തീയതി നടക്കുന്ന പ്രസാദ ഊട്ടിൽ ഭഗവതിയുടെ വിശിഷ്ട നിവേദ്യമായി ഉണ്ടാക്കുന്നതിന് ഈ ഓട്ടുരുളി കൂടി നമ്മൾ ചരക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യേക ചരക്ക് പാത്രം കൂടി നമ്മുടെ ഭഗവതിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ വർഷത്തെ ഉത്സവാഘോഷം എന്തുകൊണ്ടും പുതുമകൾ നിറഞ്ഞതായിരിക്കും. വർഷം തോറും ഈ പുതുമകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കമ്മിറ്റികളുടെ ഭാഗത്തുനിന്നും ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നാണ് പറയുവാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ കാളവേല ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ജയൻ, ചീഫ് കോർഡിനേറ്റർ N സുകുമാരൻ, ജനറൽ സെക്രട്ടറി P അനിൽകുമാർ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ്, പ്രോഗ്രാം കൺവീനർ KK ഗണേശൻ എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. നവീകരിച്ച കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ വട്ടമ്പലം ചക്കരക്കുളമ്പ് വടക്കേമഠം റോഡ് നാടിന് സമർപ്പിച്ചു. മണ്ണാർക്കാട് മണ്ഡലത്തിലെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം. അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA ആണ് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ന് സർക്കാരിന്റെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നല്ല രീതിയിൽ നവീകരിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച് അതിന്റെ സന്തോഷത്തിൽ അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വേളയാണ്. നമുക്കറിയാം, നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ധാരാളം ഗ്രാമീണ റോഡുകളുണ്ട്. ഈ ഗ്രാമീണ റോഡുകൾ പരിപാലിക്കേണ്ടത്, അതിന് ഫണ്ട് വെക്കേണ്ടത് ഒക്കെ പഞ്ചായത്തുകളാണ്.
പഞ്ചായത്തുകളുടെ കൈവശമുള്ള റോഡാണ്. ഈ റോഡ് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കൈവശമുള്ള റോഡാണ്. ഇതുപോലെ ചെറിയ റോഡുകൾ മാത്രമല്ല, വളരെ വലിയ റോഡുകൾ വരെ നമ്മുടെ മണ്ഡലത്തിൽ 4-5 കിലോമീറ്ററുള്ള റോഡുകളൊക്കെ ഗ്രാമീണ റോഡാണ്. അതൊക്കെ വിവിധ പഞ്ചായത്തുകളുടെ കൈവശത്തിലിരിക്കുന്ന റോഡാണ്. അപ്പൊ ഈ പഞ്ചായത്ത് റോഡുകൾക്ക് പ്രവൃത്തി വെക്കാൻ പഞ്ചായത്തിനും ബ്ലോക്കിനും ജില്ലാ പഞ്ചായത്തിനും കഴിയും. പിന്നെ ഇതുപോലുള്ള പദ്ധതികൾ, MLA ഫണ്ട്, ആസ്തി വികസന ഫണ്ട്, ഇതൊക്കെ വ്യാപകമായി നമ്മൾ ഈ റോഡുകളുടെ പുനരുദ്ധാരണത്തിന്, ഈ റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ രജനി സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഫീഖ പാറക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റസീന വറോഡൻ, വാർഡ് മെമ്പർ മിനി, മുജീബ് മല്ലിയിൽ എന്നിവർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ വീണ്ടും വാഹനാപകടം. ബുധനാഴ്ച പുലർച്ചെ ചരക്ക് ലോറി കൈവരിയിലിടിച്ചാണ് അപകടം. ആർക്കും കാര്യമായ പരിക്കില്ല. പാതയിൽ തിരക്ക് കുറഞ്ഞ അർദ്ധരാത്രി മുതൽ രാവിലെ വരെയുള്ള സമയത്താണ് പാലത്തിൽ അപകടങ്ങൾ ഏറെയും സംഭവിക്കുന്നത്. ദേശീയപാതയുടെ വീതിയുടെ 1/3 മാത്രമാണ് മേൽപ്പാലത്തിന്റെ വീതി. വീതി കൂടിയ റോഡിലൂടെ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ വീതി കുറവ് ശ്രദ്ധിക്കാത്തതിനാൽ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയാണ് പതിവ്. പാതയിലൂടെ ആദ്യമായി പോകുന്ന ഡ്രൈവർമാരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. CCN പെരിന്തൽമണ്ണ. മലപ്പുറം പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സംഘടിപ്പിക്കുന്ന മെഗാ ക്യൂസ് മത്സരമായ സാകല്യം 6ാം സീസൺ വെള്ളിയാഴ്ച നടക്കും. വൈകുന്നേരം 5 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ P. സുരേന്ദ്രൻ നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ശാസ്ത്രം, കല, ചരിത്രം, സമകാലികം തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തിയാണ് വിജ്ഞാന വിരുന്നൊരുക്കുന്നത്. അധ്യാപകർ നേരിട്ട് തയ്യാറാക്കുന്ന വൈവിധ്യമാർന്ന റൗണ്ടുകൾ ഒരു റിയാലിറ്റി ഷോയുടെ മാതൃകയിലാണ് അവതരിപ്പിക്കുന്നത്. മലപ്പുറം സബ് ജില്ലയിലെ 12 ഹൈസ്കൂളുകളിൽ നിന്നുള്ള പ്രതിഭകളാണ് മെഗാ ക്യൂസ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. വിജയികളെ കാത്ത് ആകർഷകമായ ക്യാഷ് പ്രൈസുകളും സമ്മാനങ്ങളുമുണ്ട്. റിയാലിറ്റി ഷോയുടെ അകമ്പടിയോടുകൂടിയാണ് ഈ പരിപാടി കഴിഞ്ഞ 5 സീസണായി നടത്തിയത്. അതിൽ ആദ്യത്തില് നമ്മുടെ സ്കൂൾ എല്ലാ കുട്ടികൾക്കും OMR ഷീറ്റ് പരിചയപ്പെടുക എന്ന രീതിയിലാണ് 2016 ആരംഭിച്ചത്. അതിൽ 60% മാർക്ക് വാങ്ങുന്ന കുട്ടികളെ 2ാം റൗണ്ടിലും അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന കുട്ടികളെ വെച്ച് ഇതിന്റെ റിയാലിറ്റി ഷോയിലുമാണ് നമ്മൾ ഇതുവരെ പങ്കെടുപ്പിച്ചിരുന്നത്. ആ പരിപാടിയുടെ സംഘാടനം PTA ശക്തമായ പിന്തുണയോട് കൂടിയിട്ടും അധ്യാപകരുടെ പിന്നെ ചോദ്യ നിർമ്മാണങ്ങളും അതുപോലെ സ്കൂളിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ, ക്വിസിംഗ് മേഖലയിലുള്ളവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ പരിപാടി നമ്മൾ നടത്തിയത്. ഇപ്രാവശ്യം അത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ മുതൽ പാണക്കാട്, അതുപോലെ മമ്മിട്ടി, സഞ്ജമാസ്, ബോയ്സ്, ഗേൾസ്, ഇരുമ്പുഴി തുടങ്ങിയ 12 ഹൈസ്കൂളുകൾ മാറ്റിരക്കുന്ന ഒരു വലിയ വിജ്ഞാന പരിപാടിയായി മാറുകയാണ്. വാർത്താ സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് സലീം, പ്രോഗ്രാം കൺവീനർ KA ജലീൽ, ഹെഡ്മാസ്റ്റർ M ബഷീർ, വിദ്യാർത്ഥി പ്രതിനിധികളായ ഫാത്തിമ മിൻഹ, MP വേദാനന്ദ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. വയോജന കമ്മീഷന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിനായി മലപ്പുറം ജില്ലാതല യോഗം ചേർന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് കേരളത്തിൽ വയോജനങ്ങൾക്കായി ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നടന്ന യോഗത്തിൽ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ്, അംഗം KMK നമ്പൂതിരിപ്പാട് എന്നിവർ വിശദീകരണം നടത്തി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 46 വയസ്സാണ്. ഇപ്പോൾ ഒരു ശരാശരി മലയാളിയുടെ ആയുർദൈർഘ്യം 73-76. അതുതന്നെ മറ്റു ചില സംഘടനകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും 83 വയസ്സ് വരെയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പൊ ഈ 46-ൽ നിന്നും 83-ലേക്കുള്ള ഈ മാറ്റം കേരളത്തിലുണ്ടായത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള ശിഷ്യ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. അപ്പൊ 60 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ശതമാനം വർദ്ധിക്കുന്നതനുസരിച്ച് സ്വാഭാവികമായും അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പുതുതായിട്ട് ഉള്ളെടുക്കുകയാണ്. വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുതുതായിട്ട് ഉള്ളെടുക്കുന്നു, വയോജനങ്ങൾ പോലും സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ ഉള്ളെടുക്കുന്നു. ഇത് രണ്ടും.
അത് രണ്ടും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഗൗരവമാർന്ന ഒരു കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് 2024 ഡിസംബറിൽ ഒരു വയോജന കമ്മീഷൻ ആക്ട് നിയമം കേരള നിയമസഭ പാസ്സാക്കിയെടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് കേരളത്തിൽ വയോജനങ്ങൾക്കായി ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. ക്ഷേമം, പുനരധിവാസം, വയോജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശ സംരക്ഷണം എന്നിവയ്ക്കൊപ്പം അവരുടെ സേവനങ്ങൾ സമൂഹത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് ചെയർപേഴ്സൺ സോമപ്രസാദ് വ്യക്തമാക്കി. വയോജന ക്ഷേമ രംഗത്തെ വിവിധ സംഘടനാ ഭാരവാഹികളും വിദഗ്ധരും പങ്കെടുത്ത യോഗത്തിൽ കമ്മീഷൻ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കേണ്ട രീതികളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക, കമ്മ്യൂണിറ്റി സെന്ററുകളും ഹോം കെയറുകളും നിർമ്മിക്കുക, നിയമപരിധിയിൽ പെടാത്ത കെയർ ഹോമുകളെ നിയമത്തിന് കീഴിൽ കൊണ്ടുവരിക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗത്തിൽ ഉയർന്നുവന്നു. നിലവിലെ ഇൻഷുറൻസ് പദ്ധതികൾക്ക് പുറമെ എല്ലാ വയോജനങ്ങളെയും ഉൾപ്പെടുത്തി പുതിയ സ്കീമുകൾ കൊണ്ടുവരിക, പെൻഷനായവരുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കുക, സംരംഭങ്ങൾ തുടങ്ങാനുള്ള നിയമക്കുരുക്കുകൾ ഒഴിവാക്കുക തുടങ്ങിയ സുപ്രധാന നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു. കൂടാതെ സർക്കാർ ആശുപത്രികളിൽ വയോജനങ്ങൾക്കായി ജെറിയാട്രിക്സ് കൗണ്ടറുകൾ ഒരുക്കണമെന്നും സർക്കാർ മേളകളിൽ ഇവർക്കായി സീറ്റ് റിസർവേഷൻ സൗകര്യം വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ വയോജന കമ്മിറ്റി പ്രതിനിധികളായ അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ, സി വിജയലക്ഷ്മി, പി ശിവശങ്കരൻ എന്നിവരും വിവിധ സംഘടനാ ഭാരവാഹികളും സംബന്ധിച്ചു. വയോജന കമ്മീഷൻ സെക്രട്ടറി അബ്ദുൽ മജീദ് നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. മുൻ ചന്ദ്രിക പത്രാധിപർ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം രചിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ രാഷ്ട്രീയ ജീവചരിത്രം എന്ന ഗ്രന്ഥം ഈ മാസം 24-ന് പ്രകാശനം ചെയ്യും. ഗ്രന്ഥകാരന്റെ 26ാമത്തെ കൃതിയാണിത്. ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് മലപ്പുറം ഭാഷാ സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്യും. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ആദ്യ പ്രതി ഏറ്റുവാങ്ങും. ഏകദേശം 400 പേജുകളിലായി 41 അധ്യായങ്ങളിലായാണ് ബാഫക്കി തങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതം പുസ്തകത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ ആമുഖങ്ങളും MP അബ്ദുസമദ് സംതാനിയുടെ അവതാരികയും പുസ്തകത്തിലുണ്ട്. ഇസ്ലാം ഓഫ് തോട്ട് ബെസ്റ്റ് എഡിറ്റർ അവാർഡ് ജേതാവ് ചന്ദ്രിക പത്രാധിപർ കമാൽ വരദൂരിനുള്ള പുരസ്കാര സമർപ്പണവും ചടങ്ങിൽ നടക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പേരിലുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവചരിത്രമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അത് 24-ാം തീയതി ശനിയാഴ്ച 4 മണിക്ക് ഇവിടെ ഭാഷാ സ്മാരക ഹാളിൽ വെച്ച് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അത് ഏറ്റുവാങ്ങുന്നത്. കോൺഗ്രസിന്റെ ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ അഹമ്മദ് ബാഫക്കി തങ്ങൾ, അഹമ്മദ് കുട്ടി, AM അബൂബക്കർ, ഹാരിസ്, MP മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. ജൻഭാഗ്യധാരി പുരസ്കാര നിറവിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതി പ്രകാരം നീർത്തടാധിഷ്ഠിത പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച നിലയിൽ പൂർത്തീകരിച്ചതിനാണ് പുരസ്കാരവും 20 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും ലഭിച്ചത്. തിരുവനന്തപുരം നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്ന സംസ്ഥാനതല നീർത്തട മഹോത്സവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് IAS-ൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ അവാർഡ് ഏറ്റുവാങ്ങി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബീന ഹബീബ്, സഫിയ, മുബഷിറ, ലിജിത്ത് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പെരിന്തൽമണ്ണയ്ക്ക് പുറമെ നേമം, അടിമാലി ബ്ലോക്ക് പഞ്ചായത്തുകളും പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. SLNACO അപൂർവ ത്രിപാഠി IAS, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS, കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ IAS എന്നിവരും വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ സ്വദേശിയായ സക്കീർ ഹുസൈൻ ഹിപ്നോട്ടിസത്തിൽ പുതിയ ലോക റെക്കോർഡ് സ്വന്തമാക്കി. കഴിഞ്ഞ നവംബർ 20-ന് എറണാകുളത്ത് 10 വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയാണ് റെക്കോർഡ് ശ്രമം നടന്നത്.
അവിങ്കപ്പെൻഡുലവും അത്യാധുനിക ഹിപ്നോട്ടിക് നിർദ്ദേശ രീതികളും ഉപയോഗിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വ്യക്തികളെ വിജയകരമായി ഹിപ്നോട്ടൈസ് ചെയ്തതിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. കൊച്ചി ഗ്രീൻ പാർക്ക് കൺവെൻഷനിൽ നടന്ന ചടങ്ങിൽ വെച്ച് സിനിമാ താരങ്ങളായ വിനയ് ഫോർട്ട്, വിനു മോഹൻ എന്നിവരിൽ നിന്നും അദ്ദേഹം സർട്ടിഫിക്കറ്റും മെഡലും ഏറ്റുവാങ്ങി. കഴിഞ്ഞ നവംബർ 20 എറണാകുളത്ത് 10 വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയാണ് അങ്ങാടിപ്പുറം സ്വദേശിയായ സക്കീർ ഹുസൈൻ ഇതോടെ സർട്ടിഫൈഡ് മെന്റലിസ്റ്റ് ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായിരിക്കുകയാണ്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ജനുവരി 24 മുതൽ വിവിധ ചടങ്ങുകളോടെ നടക്കും. 24 വൈകിട്ട് 5 ദീപസമർപ്പണം ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷ്ഠാദിന ആഘോഷത്തിന്റെ ഭാഗമായി പൊങ്കാല മഹോത്സവം നടത്തുക. 3 ദിവസങ്ങളിലായിട്ടാണ് പരിപാടികൾ നടക്കുന്നത്. അതിൽ ആദ്യത്തെ ദിവസം സഹസ്ര ദീപം 10,000-ലധികം ദശസഹസ്ര ദീപ സമർപ്പണമാണ്. രണ്ടാമത്തെ ദിവസം നടക്കുന്നത് രാവിലെ 6 മണി മുതൽ അമ്മമാരുടെ നേതൃത്വത്തിൽ, സ്ത്രീകളുടെ നേതൃത്വത്തിൽ അഖണ്ഡ ലളിതാ സഹസ്രനാമ ജപമാണ്. വൈകുന്നേരം ഒരു സമൂഹ ലക്ഷാർച്ചന, 100-ലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ലക്ഷാർച്ചന. സാധാരണ വ്യത്യസ്തമായി അമ്മമാരുടെ ലക്ഷാർച്ചനയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ക്ഷേത്രത്തിലെ മേൽശാന്തി നേതൃത്വം നൽകും. 25 രാവിലെ 6 മുതൽ ലളിതാ സഹസ്രനാമ ജപം, 9 കലശാഭിഷേകം, പൂമൂടൽ എന്നിവയും വൈകിട്ട് 5 ലളിതാ സഹസ്രനാമ ലക്ഷാർച്ചനയും നിറമാലയും നടക്കും. ഭഗവതിയുടെ പിറന്നാൾ ദിനമായ ജനുവരി 26 രാവിലെ 8 ക്ഷേത്രം തന്ത്രി അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിലെ കിടാവിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് പണ്ടാര അടുപ്പിലേക്ക് പകരുന്നതോടെ പൊങ്കാല സമർപ്പണം ആരംഭിക്കും. നിവേദ്യ സാധനങ്ങളും പുത്തൻ കലങ്ങളും പ്രത്യേക കൗണ്ടറുകൾ വഴി ലഭ്യമാകും. പൊങ്കാല അടുപ്പുകൾ ദേവസ്വം നേരിട്ട് തയ്യാറാക്കി നൽകുന്നതാണെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. കഠിനമായ തണുപ്പിൽ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നവർക്ക് ആശ്വാസമായി ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ തൂതയും സംഘവും. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 10 ജില്ലകളിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവർക്കായി ഏകദേശം 600ഓളം പുതപ്പുകളാണ് ഈ മഞ്ഞുകാലത്ത് വിതരണം ചെയ്തത്. സുഹൃത്തുക്കളുടെയും സുമനസ്സുകളുടെയും സഹായ സഹകരണത്തോടെയാണ് ഈ സ്തുത്യർഹമായ സേവനം നടപ്പാക്കിയത്. നാസർ തൂതയോടൊപ്പം മുജീബ് PK, ബാബു, സുനി, ഷെഫീഖ്, മുഹമ്മദ് അലി, ഷമീർ എന്നിവരും ഈ ജീവകാരുണ്യ ദൗത്യത്തിൽ പങ്കാളികളായി. നാസർ തൂതയുടെ നേതൃത്വത്തിലുള്ള ഡ്രസ് ബാങ്ക് വിജയകരമായ 6 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിനോടകം കേരളത്തിനകത്തും പുറത്തുമായി 1200ഓളം നിർധന യുവതികളുടെ വിവാഹത്തിന് ജാതി മത ഭേദമന്യേ സൗജന്യമായി വിവാഹ വസ്ത്രങ്ങൾ എത്തിച്ചു നൽകാൻ ഡ്രസ് ബാങ്കിന് സാധിച്ചു. പുതപ്പ് വിതരണത്തിന് പുറമെ തെരുവിൽ അലയുന്നവരെ കണ്ടെത്തി അവരെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളും ഇവർ നടത്തിവരുന്നു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയോജന കമ്മീഷന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിനായി മലപ്പുറം ജില്ലാതല യോഗം ചേർന്നു. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് കേരളത്തിൽ വയോജനങ്ങൾക്കായി ഇത്തരമൊരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. മണ്ണാർക്കാട് നിന്നും സ്ഥാനാർത്ഥി വേണം. പ്രമേയം പാസാക്കി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി. പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യമുയർന്നതായി ജനറൽ സെക്രട്ടറി മുജീബ് പെരുമ്പിടി പറഞ്ഞു. മലയോര മേഖലകളെ പ്രധാന പാതകളുമായി ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ ജില്ലയിലെ ആദ്യ റീച്ചിംഗ് ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കമായി. ടാർ ലഭ്യതയിലുണ്ടായ പ്രതിസന്ധി മൂലം നീണ്ടുപോയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത്. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരമായ നവ അശ്വത്ഥ ദേവി പ്രസാദം പ്രശസ്ത മദ്ദള കലാകാരൻ ചെർപ്പുളശ്ശേരി ശിവന് സമ്മാനിക്കും. ക്ഷേത്രത്തിലെ കാളവേല ആഘോഷങ്ങളുടെ ഭാഗമായി ദേവസ്വമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.